വയൽനാട്. വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വയൽനാടിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകരെക്കുറിച്ചാണ് വയൽനാട് പരിപാടിയിലൂടെ അധികവും നമ്മൾ ചർച്ച ചെയ്യാറ്. കൃത്യമായ പരിചരണവും ആധുനികമായ രീതികളും സമന്വയിപ്പിച്ച് വൻ വിജയം കൊയ്യുന്ന ഒരു വേറിട്ട കൃഷിരീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വയൽനാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂൺ കൃഷിയിൽ വിജയഗാഥ രചിക്കുന്ന മാനന്തവാടി അമ്പുകുത്തി സ്വദേശിയായ ഷൈജു. പരമ്പരാഗതമായ കൃഷിരീതികളിൽ നിന്ന് മാറി ശാസ്ത്രീയമായ രീതിയിൽ കൂൺ കൃഷി ചെയ്ത് ഇന്ന് മികച്ച വരുമാനവും ഒപ്പം മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനവുമായി മാറുന്ന ഷൈജുവിന്റെ കൂൺ കൃഷി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം ചേട്ടാ, ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റിലിയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എൻ്റെ പേര് ഷൈജു, മാനന്തവാടി അമ്പൂത്തിയിലാണ്. ഞാൻ കൂൺകൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഇതിൽ നിന്ന് വരുമാനം ലഭിക്കുമെങ്കിലും ഇത് വളരെ റിസ്ക്കുള്ള ഒരു കൃഷിയാണ്. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയല്ല. അതിലുള്ള കാണിക്കുന്ന ലാഭങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. വളരെയധികം കണ്ടാമിനേഷൻ സാധ്യതകളുള്ള ഒരു കൃഷിയാണ്. അതുകൊണ്ട് ഇതിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇതിനെപ്പറ്റി വളരെ പഠിച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നു. കൂൺ കൃഷി ഇപ്പോൾ 2 വർഷമായി തുടങ്ങിയിട്ട് എന്നാണല്ലോ പറഞ്ഞത്. ചേട്ടനൊരു മുഴുവൻ സമയ കർഷകനാണോ? മറ്റ് കൃഷികളോടൊപ്പം കൂൺ കൃഷി ചെയ്യുന്നതാണോ? അതോ മറ്റെന്തെങ്കിലും ജോലി ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു ഡ്രൈവറും ഒരു ബിസിനസ്മാനും കൂടിയാണ്. വാഹനത്തിൽ പോകുന്നുണ്ട്, ഡ്രൈവറായിട്ട്. കച്ചവടമുണ്ട്. അതിനിടയിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ വൈഫ് യൂട്യൂബിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ഇത് പറഞ്ഞപ്പം ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ ഞാൻ പഠിച്ചത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇതിലൊരു കൂൺ കൃഷി അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരത്തെ ഇതിനെപ്പറ്റി അറിയാമായിരുന്നു. അതുകൊണ്ട് ചെയ്തു. പക്ഷേ കണ്ടാമിനേഷനൊക്കെ വരാറുണ്ട്. എങ്കിലും നമുക്കിത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ് ഏകദേശം 100 ദിവസമാണ്. ഒരു ബെഡിൽ നിന്ന് ഒരു കിലോ കൂൺ ലഭിക്കും. അത് വീടുകളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 500 രൂപ കിട്ടും. പക്ഷെ ഞങ്ങളിപ്പോൾ വീടുകളിൽ കൊണ്ട് കൊടുക്കാനുള്ള അസൗകര്യം കൊണ്ട് മാനന്തവാടിയുള്ള പരിചയമുള്ള കടകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 350 രൂപ കിട്ടും. അപ്പോൾ നമ്മളിത് ഈ 100 ദിവസത്തെ ആ ടൈമിൻ്റെ ഉള്ളിൽ ഒരു ബെഡിൽ നിന്ന് 350 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇത് ചെറിയ രീതിയിൽ വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 500 രൂപ വരെ ലഭിക്കും. അപ്പോൾ നമുക്കിതിൽ മുടക്ക് വരുന്നത് ശരിക്ക് 100 രൂപ താഴെയുള്ളൂ. അപ്പം ഈ 100 രൂപ മുടക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 250 രൂപ ലാഭമായിട്ട് കിട്ടും. കൃഷിക്കാർ ചെറിയ രീതിയിൽ ചെയ്യുന്ന വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് 400 രൂപ വരെ കിട്ടും. പക്ഷേ ഇതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട് മാനന്തവാടിയിൽ. കർഷകർ, അതായത് കൂൺ കർഷകർ, ഞങ്ങൾ ഈ ഇതിൽ പെല്ലറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അതായത് അറക്കപ്പൊടിൻ്റെ മാധ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പുല്ലിൽ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് ഈ അറക്കപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പെല്ലറ്റ് എന്നാണ് അതിന് പറയാം, മഷ് പെല്ലറ്റ്. ഇത് വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതിന് ഏകദേശം 1200 രൂപയോളം വില കൊടുത്താണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ സൊസൈറ്റീൻ്റെ ഒരു നേതൃത്വത്തിൽ ഇതിന് 675 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കുന്നുണ്ട്. ചെറിയൊരു മാർജിന് മാത്രം എടുത്തിട്ട് ഒരുപാട് കർഷകർ ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ വിത്ത് ആവശ്യമുള്ളവർക്ക് മറ്റു പലരിൽ നിന്ന് വിത്ത് എത്തിച്ചുകൊണ്ട് കൊടുക്കുന്നുമുണ്ട്. +2 VHSE പഠിച്ചപ്പോൾ ഈ കൂൺ കൃഷിയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞല്ലോ. അത് എത്രത്തോളം ഈ ഒരു കൂൺ കൃഷി സ്വന്തമായി ചെയ്ത് തുടങ്ങിയപ്പോൾ ഉപകാരം? ഞങ്ങളത് പഠിച്ചത് ചെറിയൊരു പോർഷനായിട്ടാണ്. ആ സമയത്ത് പഠിച്ചതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വളരെ സക്സസ് ആയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റി. മറ്റുള്ളവർക്ക് അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അത് ശരിക്കും അത് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ ചെയ്യണം. ചേച്ചി കൂൺ കൃഷി ചെയ്യാം എന്നുള്ളത് യൂട്യൂബ് നോക്കി കണ്ട് പറഞ്ഞപ്പോഴാണല്ലോ ഇത് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഈ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളുണ്ട്? പ്രധാനപ്പെട്ട വെല്ലുവിളിയൊന്നും ഉണ്ടായില്ല. കാരണം ഇത് ചെയ്യാൻ അറിയുന്നത് കൊണ്ടും പിന്നെ മാനന്തവാടിയിലെ കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ളത് കൊണ്ടും ഇത് മാർക്കറ്റിങ്ങിനും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സാധാരണ ഇതിന് പ്രശ്നം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗാണ് പ്രശ്നം വരിക. അതൊരു വിഷയമായിട്ട് വന്നില്ല. മാനന്തവാടി ടൗണിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു വിഷയമായിട്ട് വന്നിട്ടില്ല. ഇപ്പം നല്ല രീതിയിൽ പോകുന്നു ഈ 2 വർഷവും? ഇപ്പം എൻ്റെ ഇതിൽ ഏകദേശം ഒരു 1000 ബെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഷെഡാണ്. ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷെഡാണ്.
അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഒരു ദിവസം ഒരു 7 കിലോ കൂണൊക്കെ ലഭിക്കും. ഈ 1000 ബെഡ് ചെയ്യണമെങ്കിൽ 100 ദിവസം കൊണ്ട് നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഇതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും അതിൻ്റെ ഇതൊക്കെ വരുമ്പോൾ ഒരു 1 ലക്ഷം രൂപയോളം വരും. പിന്നെ കറണ്ട് ബില്ല്, ഈ ഫാൻ ആൻഡ് പാഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് കറണ്ട് ബില്ല് വരും. ഷെഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് കേൾക്കുന്ന ഷെഡ് ഉണ്ടാക്കാൻ തയ്യാറുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിലൊക്കെ കണ്ട് ഒറ്റയടിക്ക് ആരെയും ഈ ജോലി ഏൽപ്പിക്കരുത്. നമ്മൾ ചീറ്റഡായി പോകും. ഓൾറെഡി ഞാനും ആ അവസ്ഥ കഴിഞ്ഞതാണ്. എനിക്ക് 2 ലക്ഷം രൂപയോളം ഇതിന് ചിലവ് വന്നു. പക്ഷെ നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഒരു 75,000 രൂപക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടെ ഇത് കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ ചേട്ടൻ്റെ വീടിനടുത്ത് തന്നെയാണോ ഈ ഒരു ഷെഡ് പ്രവർത്തിക്കുന്നത്? എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ബാൽക്കണിയിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഈ കൂടെ കൃഷി ചെയ്യുന്ന സമയത്ത് ആളുകളുണ്ടോ? വേറെ ജോലിക്കാരെ വെച്ചിട്ടുണ്ടോ? ഇതിന് പ്രത്യേകിച്ച് ജോലിക്കാരൊന്നും വേണ്ട. ഞാൻ എൻ്റെ ജോലി സമയത്ത് സമയം കണ്ടെത്തി ബെഡ് ചെയ്യാൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ജോലി വരുന്നത്. പിന്നെ ഇത് നനയ്ക്കുക, വൈഫ് നനയ്ക്കാൻ വേണ്ടി സഹായിക്കും, ഞാൻ ബെഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിനെ കൂണ് പറിക്കുക, ഞാൻ രാവിലെ പറിച്ചു കൊടുക്കും, അവൾ പാക്ക് ചെയ്യും, മകൻ ടൗണിൽ കൊണ്ടു കൊടുക്കും. എല്ലാവരും കൂട്ടുത്തരത്തായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ കുടുംബം ഒന്നിച്ച് ചെയ്യുന്നൊരു കൃഷിയാണ്. ഇത് ഇത്രയും കൂടുതലൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്കൊരു മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയുമാണ്. ഒരു ഇനത്തിൽപ്പെട്ട കൂണ് തന്നെയാണോ മൊത്തം ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ചിപ്പിക്കൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. പിന്നെ ഉള്ളത് ബട്ടൺ മഷ്റൂമാണ്. പക്ഷേ ബട്ടൺ മഷ്റൂം ഇവിടെ ചെയ്യാൻ കഴിയില്ല. അതിന് തണുപ്പ് കൂടുതൽ വേണ്ടതുകൊണ്ട് അത് ഊട്ടിയിൽ നിന്നാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് വിത്ത് എവിടെ നിന്നാണ്? ഇപ്പോൾ ചേട്ടൻ തന്നെ ഉൽപ്പാദിപ്പിക്കും? ഇല്ല, വിത്ത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയില്ല. ഞങ്ങൾക്കിത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വിത്ത് എടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കണ്ണൂരുള്ള ഒരു ചിത്രലേഖ, അതുപോലെ മലപ്പുറത്തുള്ള ഒരു ജഷീർ ഉണ്ട്, പിന്നെ യഹിയ, അങ്ങനെ നമ്മളെ കൂടെ തന്നെയുള്ള കുറച്ച് ആളുകളുണ്ട്. പിന്നെ നമ്മളിത് കൃഷി തുടങ്ങിയതിന് ശേഷം സംസ്ഥാന ലെവലിൽ ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട്, മഷ്റൂം ഫാമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിന് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് കാണാൻ പറ്റുമെങ്കിൽ അതിലേക്ക് എൻട്രി ആയാൽ, ഇതിന് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിവൃത്തീകരിക്കാൻ പറ്റും. പിന്നെ കൂൺ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. അതിന് ഏകദേശം ഒരു 300-350 രൂപയായിട്ട് ചിലവുള്ളൂ. അത് ചിലവാക്കി കഴിഞ്ഞാൽ ഓൾറെഡി അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ ചെയ്യാൻ പറ്റും. കാരണം കൃഷിക്കാരാണ് ഇത് പറയുന്നത്, അനുഭവമുള്ള ആളുകളാണ് പറയുന്നത്, യൂട്യൂബിലുള്ളത് പോലെയല്ല. കാരണം അതൊരു മാർക്കറ്റിംഗ് മാധ്യമമാണ് യൂട്യൂബൊക്കെ, അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ്. പക്ഷേ ഇതിൽ കൂടെ ലഭിക്കുന്ന മറുപടികളും ക്ലാസ്സുകളും അനുഭവമുള്ള ആളുകളിൽ നിന്നായിരിക്കും ലഭിക്കുന്നത്. ഈ കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ഇവിടെയുള്ള കൃഷിഭവനിൽ നിന്നോ മറ്റ് കൃഷി ചെയ്യുന്ന ആളുകളിൽ നിന്ന് സഹായമോ നിർദ്ദേശങ്ങളോ ഒക്കെ കിട്ടിയിരുന്നു? ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കൂൺ ഗ്രാമം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഒരു കൃഷിഭവൻ്റെ കീഴിൽ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ നിന്ന് എനിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇത് തുടങ്ങിയ സമയത്തെ മറ്റ് ഈ വയനാട് ജില്ലയിൽ കൂൺ കൃഷി ചെയ്യുന്ന ആരെങ്കിലും പോയി കാണാനോ അവരുടെ ഷെഡുകൾ കാണാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം ചേട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായി? ഞങ്ങളെ കൂടെ തന്നെ ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം കൊണ്ടു നടക്കുന്നുണ്ട്. അതിൽ പലർക്കും പെല്ലറ്റ് സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ ഈ സൊസൈറ്റിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകാനും അതൊക്കെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂൺ കൃഷി എന്ന് പറയുന്നത് ഭാവിയിലേക്ക് കുറച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു മേഖലയാണ് എന്ന് തോന്നുന്നു. കൂൺ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് വളരെ ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ എയറിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ഒരു നെറ്റോ എന്തെങ്കിലുമൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ പുഴുക്കൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ മുട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ പുഴുക്കൾ ഇതിൽ പോയി മുട്ടയിടും. മുട്ടയിടുമ്പോൾ കൂൺ ഒരു 3-4 ദിവസം കൊണ്ട് കൂൺ വളർന്നു കഴിയുമ്പോൾ അതിൽ പുഴുവും കൂടെ വിരിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഹൈടെക് ഷെഡിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാണിയോ ഈച്ചയോ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സൊസൈറ്റി അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളിതിൻ്റെ ഒരു സ്പോൺ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഈ ബെഡ് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ മാധ്യമം ഉപയോഗിച്ച് വിത്തിട്ട് ബെഡ് ചെയ്ത് കണ്ടാമിനേഷൻ വരാത്ത രീതിയിൽ കൃഷിക്കാർക്ക് കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് കൃഷി വകുപ്പിൻ്റെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത് കേരളത്തിലുടനീളം ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഈ സംഘടന എന്ന് പറയുമ്പോൾ കേരളം മൊത്തത്തിലാണ് അല്ലേ? ഓൺലൈൻ വഴിയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ? മഷ്റൂം ഫാമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഘടനയാണ്. 12,000 കൃഷിക്കാർ ഇതിൻ്റെ ഉണ്ട്. ഓൺലൈനിലാണെങ്കിലും നമ്മൾ ലൈവ് മീറ്റിങ്ങുകളൊക്കെ നടത്താറുണ്ട്. സംസ്ഥാന സമ്മേളനം അതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ ഓൺലൈനായിരിക്കും. മറ്റ് സമ്മേളനങ്ങളും മീറ്റിങ്ങുകളൊക്കെ ലൈവായിരിക്കും. പിന്നെ ഇതിൽ എപ്പോൾ വേണമെങ്കിലും മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. സംശയങ്ങൾ ചോദിക്കാനും സംശയങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കാനും കർഷകരും മറ്റ് ബന്ധപ്പെട്ട ആളുകളും എപ്പോഴും തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങളിത് സോണലായി തിരിച്ചിട്ടുണ്ട്. 3 സോണാണ്.
അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ആ ഒരു സോണ്, പിന്നെ തൃശ്ശൂർ, പാലക്കാട്, എറണാകുളമൊക്കെ ആയിട്ട് ഒരു സോണ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒരു സോണ്. അപ്പോൾ ഈ ഒരു സോണിൽ ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു നമ്പറാണ്. പക്ഷേ ഇവർ സ്റ്റേറ്റ് ലെവലിലുള്ള ട്രഷറും കൂടിയാണ്. 85 47 11 20 82. പ്രജിന എന്നാണ് അവരുടെ പേര്. ഈ ലേഡിയായിട്ട്, ഈ മാഡമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും. മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സമയം ഇതിൻ്റെ സംശയ നിവാരണവും കാര്യങ്ങളും ഷെഡ് നിർമ്മാണവും എല്ലാ കാര്യങ്ങളും കൂൺ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് ലഭിക്കും. അതിന് പ്രത്യേകിച്ച് ലാഭങ്ങളോ ഒന്നും കൊടുക്കാനില്ല. ഈ അനുഭവമുള്ള ആൾക്കാരാണ് ഇതിൽ കാര്യങ്ങൾ മറുപടി പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്കിത് കേൾക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, കൂണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിൽ പോയി പറ്റിക്കപ്പെടാതിരിക്കുക. കാരണം വലിയ ഒരു ലാഭം എടുക്കുന്ന ഒരു മേഖലയാണിത്. കാരണം പരസ്യങ്ങളൊക്കെ കൊടുത്ത് ഈ കൂൺ വിത്ത് ആണെങ്കിൽ പോലും വെറുതെ ഉണ്ടാക്കി ഒരു ക്വാളിറ്റി ഇല്ലാതൊക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കൂൺ ഷെഡ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ലാഭം എടുത്തിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. അത് സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ലാഭമായിട്ട് തന്നെ ഈ കൃഷി ചെയ്യാനും പറ്റും. ഇപ്പോൾ തുടക്കത്തിലെ ഇതിന് വേണ്ടിയിട്ടൊരു മൂലധനം ചേട്ടൻ പറഞ്ഞു 2 ലക്ഷത്തോളം രൂപ ചെലവായി എന്നുള്ളത്. അപ്പോൾ ചേട്ടനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇതുകൊണ്ട് എനിക്ക്? അതോ ആദ്യം ചെറിയ രീതിയിലാണോ തുടങ്ങിയത്, പിന്നീടാണോ ഈ ഷെഡിലേക്കൊക്കെ മാറിയത്? അല്ല, ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ട് തന്നെയാണ് ഇത് തുടങ്ങിയത്. അതിനുള്ള ധൈര്യം കിട്ടിയതെന്ന് വെച്ചാൽ ഞാനിത് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത്. ഇത് കേൾക്കുന്ന ആരും ഒറ്റയടിക്ക് ഷെഡ് കെട്ടിയിട്ട് ഇതിലേക്ക് ഇറങ്ങരുത്. കുറച്ച് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെഡിനെ മറ്റൊരു തരത്തിലും അതിന് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഇത് പഠിച്ച് മാർക്കറ്റിങ്, അതായത് നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പഠിച്ചിട്ടേ ഇത് എന്താക്കാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ കൂൺ കൃഷി മേഖല എന്ന് പറയുന്നത് ചേട്ടന്റെ അഭിപ്രായത്തിൽ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? എന്തെങ്കിലുമൊക്കെ സഹായം അല്ലെങ്കിൽ പദ്ധതികളൊക്കെ എങ്ങനെയോ ഉള്ളത് വേണം എന്നാണ് ഈ ഒരു കൃഷിയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നത്? എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് കിട്ടണം. പിന്നെ ഇതിന്റെ മാധ്യമം വലിയൊരു പണം കൊടുത്തിട്ടാണ് കർഷകർ വാങ്ങേണ്ടി വരുന്നത്. ഞങ്ങളെ പോലെയുള്ള ഇപ്പോൾ സൊസൈറ്റി തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ 675 രൂപക്ക് കൃഷിക്കാർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത്. ഇത് 1200 1300 രൂപയ്ക്ക് വാങ്ങിയ കൃഷിക്കാർ ഇപ്പം 675 രൂപ ഞങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പെല്ലറ്റ് നിർമ്മാണ യൂണിറ്റ് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓരോ സോണലിലെങ്കിലും ഓരോ യൂണിറ്റ് തുടങ്ങാൻ പറ്റിയാൽ ഇതിലും താഴ്ത്തി ഇവർ കർഷകർക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരു വിത്ത് ഉൽപ്പാദന കേന്ദ്രം തുടങ്ങിയാൽ ഇപ്പം 50 രൂപക്കാണ് വിത്ത് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 35 രൂപ 40 രൂപയ്ക്ക് നല്ല ലാബ് സർക്കാർ സഹായത്തോടു കൂടി തുടങ്ങുകയാണെങ്കിൽ കൃഷിക്കാർക്ക് സബ്സിഡി ലെവലിൽ വിത്ത് കിട്ടും. അപ്പം ഞങ്ങൾ അതിനൊക്കെയുള്ള ശ്രമത്തിലാണ്. ഇത് കേൾക്കുന്ന കൃഷിമന്ത്രിയോ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കാനുള്ള ഒരു സൗകര്യം ഹോർട്ടികോർപ്പിൻ്റെ കെയർ ഓഫിലും മറ്റ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, അതായത് ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ജൈവ കർഷകരെയും അതുപോലെ കൂൺ കർഷകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിൽപ്പന ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. പിന്നെ ഇപ്പോൾ ചേട്ടൻ തന്നെ 3 മേഖലകളിലാണല്ലോ ഉള്ളത്. ബിസിനസ്സിലുണ്ട് എന്ന് പറഞ്ഞു, ഡ്രൈവറായിട്ട് പോകുന്നു, ഒപ്പം കൃഷിയും കൂടെ ഉണ്ട്. അപ്പോൾ 3 വ്യത്യസ്ത മേഖലകളെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി? ഈ ഒരു 3 മേഖല എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കിത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒന്ന്, ഇത് വിൽക്കാനുള്ള കച്ചവടക്കാരുമായിട്ടുള്ള മുൻപരിചയം. അപ്പോൾ അവർ എന്നിൽ നിന്ന് ഈ സാധനം സ്വീകരിക്കും. പിന്നെ വാഹനത്തിന് പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം ഏറ്റവും കുറഞ്ഞ ഒരു ട്രാൻസ്പോർട്ടിങ്ങിൽ ഈ സാധനം എറണാകുളത്ത് നിന്ന് മാനന്തവാടി എത്തിക്കാനും അതുമൂലം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനം കൊടുക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ വിത്തൊക്കെ ആണെങ്കിലും ഒരു ചിലവുമില്ലാതാണ് എനിക്ക് ഈ സാധനം മാനന്തവാടി എത്തുന്നത്. കാരണം ഈ വിത്ത് ഉണ്ടാക്കുന്ന വ്യക്തിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് ഞാൻ സ്ഥിരമായിട്ട് വാഹനം കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അവിടുന്ന് തന്നെ ആ സാധനം എടുത്ത് യാതൊരു കേടോ മറ്റോ ഒരു പ്രശ്നമില്ലാതെ എനിക്ക് ഈ സാധനം മാനന്തവാടി എത്തിക്കാനും ഞാനുമായിട്ട് ബന്ധപ്പെട്ട കൃഷിക്കാർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ചേട്ടന് പിന്തുണയായിട്ട് സപ്പോർട്ടുമായിട്ട് ആദ്യം മുതലേ കുടുംബം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കുടുംബത്തെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? കുടുംബം, എൻ്റെ വൈഫ് വളരെ ആക്റ്റീവായിട്ട് ഇതിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് മകനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവന് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവാണ്. അതുകൊണ്ട് ഇതുമായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ബീന എന്നാണ്, മകൻ്റെ പേര് ആദിത്യൻ. 2 ആളുണ്ട്. ഒരാൾ പഠിക്കുകയാണ്, അദ്വൈത്. ഈ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, വേനൽക്കാലം, മഴക്കാലം ഒക്കെ. എല്ലാ കൃഷികൾക്കും വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ വേറെ വേറെ കൃഷി രീതികളാണ് നമ്മൾ അവലംബിക്കാറ്. അപ്പോൾ കൂൺ കൃഷിക്ക് അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ മഴക്കാലം, വേനൽക്കാലം പ്രത്യേക രീതികളുണ്ടോ എന്തെങ്കിലും? ഇതിന് വേണ്ടത് ഒരു തണുപ്പാണ് കൂടുതൽ വേണ്ടത്, ഈ ചിപ്പിക്കൂണിന്. പിന്നെ ഒരു പാൽക്കൂൺ എന്ന് പറഞ്ഞിട്ടൊരു കൂണുണ്ട്. അത് നമ്മളിവിടെ വയനാട്ടിലാരും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അതിന് ചൂടുള്ള കാലാവസ്ഥയിലും അതുണ്ടാവും. അപ്പോൾ നമ്മളിപ്പം ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ ഓൾറെഡി
തണുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക സാഹചര്യമില്ല, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് എല്ലാ സമയത്തും ഒരേപോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന അണുക്കളും കാര്യങ്ങളും മൂലം രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം വരും. അതൊക്കെ എല്ലാവരെയും മനസ്സിൽ കാണണം. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നത് വളരെ ശുദ്ധിയോടുകൂടി ആയിരിക്കണം. അതാണ് ഞങ്ങൾ ഈ സൊസൈറ്റി മുഖാന്തരം ബെഡ് ചെയ്ത് കർഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ബെഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിലെന്തായാലും കൂണുണ്ടാവും. ആ കണ്ടാമിനേഷൻ പീരീഡിനുള്ളിലാണ് ഞങ്ങൾ ഇത് ക്ലിയർ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ സാധ്യതകളും വരാനുള്ള സാധ്യതകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് കൃഷിക്കാർക്ക് കൊടുക്കുക. അപ്പോൾ ഒരു 10 ബെഡ് കൊണ്ടുവന്ന ഒരു കൃഷിക്കാർക്ക് എങ്ങനെയായാലും ആദ്യത്തെ ഒരു 22 ദിവസം കൊണ്ട് തന്നെ 5 കിലോ കൂണ് എന്തായാലും കിട്ടും. അപ്പം 2500 രൂപ അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കും. ഏകദേശം ഒരു 100 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ ഒരു ബെഡ് കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഭാവിയിലേക്ക് ഇനി ഈ കൃഷി കുറച്ചുകൂടെ വിപുലമാക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ ചേട്ടൻ്റെ മനസ്സിൽ? ഇത് കൃഷി വ്യാപകമാക്കണമെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ട് ഇതിന് ആക്റ്റീവായിട്ട് ചെയ്യേണ്ടത് കൃഷി വകുപ്പാണ്. കൃഷി വകുപ്പ് ഇവിടെ നിലവിൽ ഒരു കൂൺഗ്രാമം എന്ന് പറഞ്ഞ പദ്ധതി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും സക്സസ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർ സാധാ കൃഷിക്കാർ വീട്ടിൽ ബെഡ് ചെയ്തിട്ടു. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള കണ്ടാമിനേഷനും ഇത് വിൽക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു ചടങ്ങ് പോലെ അതിൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ കൃഷിയിൽ വരുന്ന ആൾക്കാർ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ അവരെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുത്ത് ഇതിൻ്റെ മാർക്കറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഗവൺമെൻറ് മീൻസ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സൊസൈറ്റികളെ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് കൃഷിക്കാർക്ക്. അതുപോലെ കൃഷി ചെയ്യുന്ന ആളുകളെ കൃത്യമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണ്. എന്തെങ്കിലും അംഗീകാരങ്ങളോ മറ്റേ കിട്ടിയിട്ടുണ്ടോ കൃഷി വകുപ്പിൽ നിന്ന്? ഈ കൂൺ കൃഷി ഇങ്ങനെ 2 വർഷമായി തുടർച്ചയായി പരാജയമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത്? ഇല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അംഗീകാരമൊന്നും കിട്ടിയില്ല. എന്നെ ഇപ്പോൾ തേടി വന്നത് ആദ്യമായിട്ട് നിങ്ങളാണ്. അപ്പം ചേട്ടാ, ഒരുപാട് സന്തോഷം. ഈ കൂൺ കൃഷിയിലും ബിസിനസ്സിലും എല്ലാ മേഖലയിലും ഒരുപാട് വിജയങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. കൂൺ കൃഷി വിപുലീകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചേട്ടന് കഴിയട്ടെ എന്ന് റേഡിയോ മാറ്റിലി ആശംസിക്കുന്നു. എന്നെ കാണാൻ വന്ന റേഡിയോ മാറ്റോലിക്ക് ഒരുപാട് ആശംസകൾ അർപ്പിക്കുന്നു. മുന്നോട്ടേക്ക് ഇതുപോലെയുള്ള കർഷകരെ കണ്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുകയാണ്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിപണിയുടെ സാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി എങ്ങനെ വിജയത്തിലെത്താം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് മാനന്തവാടി അമ്പുകുത്തി സ്വദേശി ഷൈജുവിന്റെ ഈ കൂൺ കൃഷി. വലിയ കൃഷിയിടങ്ങളില്ല എന്ന് പരാതി പറയുന്നവർക്ക് സ്വന്തം വീടിന്റെ ഒരു ചെറിയ കോണിൽ പോലും ചെയ്യാവുന്ന ഇത്തരം കൃഷിരീതികൾ വരുമാനമാർഗമാക്കി മാറ്റാം എന്ന് ഷൈജുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി. ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആളുകൾക്ക് ഈ കൂൺ കർഷകന്റെ അനുഭവങ്ങൾ വലിയൊരു കരുത്താകും എന്നതിൽ സംശയമില്ല. ഇന്നത്തെ വയൽനാട് ഇവിടെ പൂർണ്ണമാകുന്നു. വയൽനാട് പരിപാടിയിൽ കൂൺ കൃഷിയിൽ വിജയഗാഥ രചിക്കുന്ന മാനന്തവാടി സ്വദേശി ഷൈജുവിന്റെ വിശേഷങ്ങളാണ് കേട്ടത്. നല്ലൊരു നാളേക്കായി പുതിയൊരു കൃഷി അറിവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വയൽനാട് വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ.